ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ ഫുഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതേപോലെ ഒരു കടായി വെച്ച് കൊടുക്കാം, ചൂടായി വരട്ടെ. കടായി ഒന്ന് ചൂടായി വന്നിരിക്കുകയാണ്, അപ്പോൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഓയിൽ നന്നായി ചൂടായി വന്നിരിക്കുകയാണ്, അപ്പോൾ കുറച്ച് മല്ലിത്തഴ ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് വലുതായിട്ട് സ്ലൈസ് ചെയ്തത്, ഉള്ളി ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് ഒരു സ്പൂൺ ഉള്ളി നന്നായി ഒന്ന് വാടി വന്നിരിക്കുകയാണ്. 3 തക്കാളി, വലിയ തക്കാളിയാണ്, അപ്പോൾ ഇത് കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ, ഒരു അരിയും കൂടി ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച്. മല്ലി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ചിക്കൻ മസാല പൗഡർ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ചെറുതായി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. മസാല നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ബാക്കിയുള്ളത് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. ഗ്രേവി നന്നായിട്ട് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ കറിക്ക് നമുക്ക് ഇതേപോലെ പകുതിക്ക് എടുക്കുന്നത്. ഹാഫ് തന്നെ എടുക്കുക. ബാക്കിയുള്ള പേസ്റ്റിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചിക്കൻ കറി 1.5 കിലോനാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് എല്ലാവർക്കും നന്നായി ഒന്ന് സെറ്റായി വരട്ടെ. അതിനുശേഷം ചിക്കൻ കറിയിലെ പേസ്റ്റ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. 1/2 കപ്പ്. ഇനി ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇനി തുറന്ന് നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി കുത്തി ചതച്ചതാണ്, ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ പേസ്റ്റ്, അപ്പോൾ ചിക്കൻ കറി ഒന്ന് ആവിയൊക്കെ വന്നിരിക്കുകയാണ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേവി നന്നായിട്ട് തിക്കായിട്ട് വരും, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഗ്രേവി ഒന്ന് നന്നായി ഒന്ന് തിക്കായിട്ട് വരട്ടെ. ചിക്കൻ കറി റെഡിയാവുന്ന നോക്കാം. ഗ്രേവി അപ്പോൾ നന്നായി തിക്കായിട്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് ആവശ്യത്തിന്, അതേപോലെ ലേശം മല്ലിത്തല. അപ്പോൾ ഗ്രേവി റെഡി ആയിരിക്കണം നല്ല തിക്കായിട്ട്. അപ്പം ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ചിക്കൻ കറി റെഡി ആയിരിക്കണം. വളരെ സിമ്പിളായിട്ട് ഉള്ള ചിക്കൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.